PV അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നത പോലീസ് സംഘം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും. P ശശിക്കെതിരെ PV അൻവർ പരാതി നൽകിയിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി നിർഭൻ ചക്രവർത്തിയുണ്ട്. നിർഭൻ, PV അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നത പോലീസ് സംഘം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും. P ശശിക്കെതിരെ PV അൻവർ പരാതി നൽകിയിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. എന്താണ് അദ്ദേഹം ഇന്ന് കൂടുതലായി പറഞ്ഞത്? ബിനു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇടതുപക്ഷ MLA കൂടിയായിട്ടുള്ള PV അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയാണ്. ഈ പരാതി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ഇന്ന് ചർച്ച ചെയ്തു. അതിനുശേഷമായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഭരണപരമായ കാര്യങ്ങൾ ആണ് PV അൻവർ ഉന്നയിച്ചത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഉചിതമായ നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകും എന്നതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന ഭാഗമായി തുടർ നടപടി പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ട് എങ്കിൽ അക്കാര്യങ്ങളിൽ കർശനമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിനുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത്. അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള DGP നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത്. ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാകും. തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചു, പരാതി നൽകി എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലുള്ള പരാതിയും P ശശിക്കെതിരെ പാർട്ടിക്ക് രേഖാമൂലം PV അൻവർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണം നടത്തേണ്ട കാര്യവുമില്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതേസമയം PV അൻവർ ഇടതുപക്ഷത്തെ MLA ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പരാതി പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കേണ്ടത് ഈ രീതിയിലാണോ എന്ന ചോദ്യവും ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു. ഇത്തരത്തിലല്ല, കാരണം ഇടതുപക്ഷത്തെ ഒരു MLA ഈ തരത്തിലല്ല എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ADGP അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമാണ്. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയും പാർട്ടിക്കും വേണ്ടിയും BJPയുമായി നടത്തിയ രഹസ്യ ചർച്ചയാണ് എന്നതായിരുന്നു ആരോപണം. ഇത് വസ്തുതാ വിരുദ്ധമാണ്. ചില മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ച് CPMനെതിരെ ഉള്ള വ്യാപകമായ പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. RSSുമായി കൂട്ടായ്മയും ഒത്താശയും ചെയ്യുന്നത് എപ്പോഴും കോൺഗ്രസ് ആണ്. അത് തൃശ്ശൂരിൽ നാം കണ്ടതാണ്. ഒപ്പം തന്നെ മുമ്പ് നേമത്ത് BJP ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. ഇത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. BJPയുമായി CPIM ADGPയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ്. തികച്ചും തെറ്റായ, അവാസ്തവമായ, അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ്. ഏതെങ്കിലും DGPയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി RSSോ BJPയുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല. RSSുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത്.
RSUമായി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായി തന്നെ പാർട്ടി പരിശോധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇക്കാര്യങ്ങളിൽ പാർട്ടി കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് പരാതി ലഭിച്ചാൽ നേരത്തെ തന്നെ പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അത് ആര് പരാതി നൽകിയിരുന്നാലും പാർട്ടി പരിശോധിക്കും, നടപടി ഉണ്ടാകും. അതേ നടപടി തന്നെയാണ് PV അൻവറിൻ്റെ കാര്യത്തിലും പാർട്ടി ചെയ്തത്. സർക്കാരാണ് ഇതിനെ സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുകാർ ആരെങ്കിലും ഈ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. അതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ബിനു.